PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. എന്താണ് PCOS? ഹലോ, ഞാൻ ഡോക്ടർ ഹനീന ഷെദ, ഡോക്ടർ ഷെദ സോളിസ്റ്റിക് ഹോമിയോപ്പതി ക്ലിനിക്, തിരൂർ, മലപ്പുറം. അണ്ടാശയത്തിൽ കുമിളകൾ പോലെ സിസ്റ്റ് രൂപപ്പെടുക, അതോടൊപ്പം തന്നെ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുക, ഇതിനെയാണ് നമ്മൾ PCOS എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം, അതായത് കുറച്ചു കാലത്തേക്ക് മെൻസസ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ബ്ലീഡിംഗ് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുക, ബ്ലീഡിങ്ങിന്റെ അളവ് കൂടുക, ഇങ്ങനെ സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും മെൻസസ് വ്യത്യാസം വരിക, ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. പിന്നെ കാണുന്നത് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജന്റെ അളവ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. മുഖത്ത് മുഖക്കുരു, അമിതമായിട്ടുള്ള രോമ വളർച്ച, മുടി കൊഴിച്ചിൽ, കഴുത്തിന്റെ പിൻഭാഗത്ത് കറുപ്പ് നിറം അല്ലെങ്കിൽ കട്ടിപ്പുള്ള പാടുകൾ, അമിതമായിട്ടുള്ള വണ്ണം. ഇതൊരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി മരുന്നുകൾക്കൊപ്പം ജീവിതശൈലിയിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒന്നാണ് PCOD. PCOD ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ധാരാളമായിട്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ അളവ് കുറച്ച് കഴിക്കുക. ഒരു കപ്പ് ചോറ് എടുക്കുക, എന്നിട്ട് ബാക്കി ഭാഗങ്ങളിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, മീൻ അല്ലെങ്കിൽ ഇറച്ചി കറി വെച്ചതൊക്കെ കഴിക്കാം. ഓട്സ്, നട്ട്സ്, സീഡ്സ് പോലുള്ളവതൊക്കെ കഴിക്കാം. വറുത്തു പൊരിച്ച് ഭക്ഷണം ഒഴിവാക്കുക. ബേക്കറി, ജങ്ക് ഫുഡ്, പാക്കറ്റ് ഫുഡ് പോലുള്ളതൊക്കെ. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യണം. ജോഗിങ്, സ്വിമ്മിങ്, ഡാൻസിങ്, സ്കിപ്പിംഗ്, ജിമ്മ് പോലുള്ളതൊക്കെ ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം നന്നായിട്ട് വിയർക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുക. ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ പ്രധാനമാണ് ഉറക്കവും. ദിവസവും 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.